അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമായിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഈ ഹോം പേജിൽ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യേണ്ട ഏരിയയിലെത്തും. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ടോപ്പിൽ ഒരു സെറ്റിങ്സ് ഐക്കൺ കാണാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ക്യാമറ സെറ്റിങ്സ് എന്നുള്ള ഏരിയയ്ക്ക് താഴെയായിട്ട് ഫസ്റ്റിലായിട്ട് സ്റ്റോറി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമായിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റിൽ. അപ്പോൾ ഇതിനൊക്കെ ആദ്യമായിട്ട് തന്നെ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഏരിയ ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ സെറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് കുറച്ച് ആൾക്കാരെ നമ്മളിവിടെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ സെർച്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മളിവിടെ ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ഫ്രണ്ട്സിനെ. ജസ്റ്റ് നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മളിവിടെ ഈ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ യുവർ സ്റ്റോറി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഏരിയ കാണാം. അതിൽ നമ്മൾ ആ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ സ്റ്റോറീസ് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമാണ് കാണാനായിട്ട് കഴിയുക. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.